வடிவேலியோ பாத்துங்களா? இப்பத்தான் போனா நேர போயிடுங்கோ. வழியில பார்க்கலாம். வடிவேலு, வடிவேலு கொஞ்சம் நில்ல. நான் உங்ககிட்ட பேச விரும்பல. அப்படி சொல்லாத. நில்ல. அம்மா இப்ப எங்க இருக்காங்கன்னு தெரியுமா உனக்கு? செய்யக்கூடாதெல்லாம் செஞ்சுட்டு இப்ப ஏன் அம்மாவை தேடுறீங்க? தப்பு பண்ணியவன் நான். ஆனா இப்போ அம்மாவிடம் மன்னிப்பு கேட்க விரும்புகிறேன். அம்மா முருகன் சார்கிட்ட தான் இருக்காங்க. ஆனா எந்த ஊர்லன்னு எனக்கு தெரியாது. வடிவேலு, நீ மறுபடியும் வேலைக்கு வந்துடு. அம்மா வருமா? வந்தா சொல்லு, வரேன். ഹലോ, ചേട്ടത്തിയല്ലേ? ഞാൻ സുശീല. ചേട്ടത്തി, ഗേറ്റ് കടന്നു വന്ന കാറിൽ നിന്ന് ബാലു ഇറങ്ങി. ചേട്ടത്തി അന്വേഷിച്ചു വന്നായിരിക്കും. ഞാൻ എന്താ ചെയ്യേണ്ടത്? ചേട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയാമോ? എത്ര നാൾ ഈ കാര്യം ഒളിച്ചു വെക്കാൻ കഴിയും? ട്രൂ ടു ലൈഫ് പോലെയുള്ള ഒരു വലിയ കമ്പനിയുടെ CEO ആരാണെന്ന് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടവർ അറിയാതിരിക്കുമോ? ശരി, ചേട്ടത്തിയുടെ ഇഷ്ടം പോലെ. May I come in? I am Balu, son of Srimati Vishalakshi Ammal. May I know your good name? I am Nalini. വിശാലാക്ഷി അമ്മാളുടെ ഭർത്താവിന്റെ അനുജനാണ് എന്റെ ഭർത്താവ്. ദാ ഇദ്ദേഹം മിസ്റ്റർ സുകുമാരൻ. ഇത് ബാലു, കോയമ്പത്തൂരിലെ. വരൂ. ഗുഡ് മോർണിംഗ് ബാലു, ഇരിക്കൂ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കൂടിക്കാഴ്ച. അതെ, പക്ഷേ ഒരിക്കൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞാനിവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ. അതുകൊണ്ടാണല്ലോ ഒറ്റ നോട്ടത്തിൽ എനിക്ക് ബാലുവിനെ മനസ്സിലായത്. മറ്റൊരിക്കൽ കൂടി നമ്മൾ കണ്ടുമുട്ടേണ്ടതായിരുന്നു. കൊച്ചേട്ടനും നളിനിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചപ്പോൾ ചേട്ടത്തിയുടെ അനുഗ്രഹം വാങ്ങാനായി ഞാനും എൻ്റെ മകളും ബാലുവിൻ്റെ വീട്ടിൽ വന്നു. തികച്ചും മോശമായ അനുഭവമാണ് ഞങ്ങൾക്കന്നുണ്ടായത്. ഞങ്ങളുടെ കുടുംബ സുഹൃത്തായ
ഇബ്രാഹിം കുട്ടി മുൻകരുതലെടുത്തതുകൊണ്ട് മാത്രം ഞാനും എൻ്റെ മകൾ സുഭദ്രയും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഭാഗ്യവശാൽ നമുക്കന്ന് നേരിൽ കാണേണ്ടി വന്നില്ല. ബാലു മുകളിലെത്ത നിലയിൽ മദ്യപിച്ച് മയങ്ങിക്കിടക്കുകയായിരുന്നു. ഞാൻ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് അവയൊക്കെ. അക്കാലത്ത് ഞാൻ ഏതാണ്ടൊരു മാനസിക രോഗിയെ പോലെയാണ് പെരുമാറിയത്. അമ്മ എന്നെ വിട്ടുപോയതിനു ശേഷമാണ് ഞാൻ ജീവിതത്തിൻ്റെ വികൃതമായ മുഖം കണ്ടത്. അമ്മയുടെ നന്മയും സ്നേഹവുമായിരുന്നു എൻ്റെ രക്ഷാകവചമെന്ന് ഞാൻ മനസ്സിലാക്കിയത് അമ്മയെ എനിക്ക് നഷ്ടപ്പെട്ടതിന് ശേഷമായിരുന്നു. എന്റെ ചേട്ടത്തി വിശാലാക്ഷിയമ്മാൾ ബാലുവിന്റെ സ്വന്തം അമ്മയല്ലല്ലോ. ബാലുവിനെ പ്രസവിച്ചത് മറ്റൊരു സ്ത്രീയല്ലേ. വിശാലാക്ഷിയമ്മാൾ ബാലുവിന്റെ അച്ഛന്റെ വേലക്കാരി മാത്രമായിരുന്നില്ലേ. ബാലുവിന്റെ അച്ഛൻ തുടങ്ങിവെച്ച ബിസിനസ് തുടർന്ന് നടത്താൻ ഭാഗ്യം ലഭിച്ച വെറും ഒരു വേലക്കാരി. ബാലുവിന് മാത്രം അവകാശപ്പെട്ട സ്വത്ത് സ്വന്തമാക്കാൻ ശ്രമിച്ച അത്യാഗ്രഹി. അങ്ങനെയൊക്കെയല്ലേ ബാലു ചേട്ടത്തിയോട് പറഞ്ഞിരുന്നത്. കൊള്ളാം. അമ്മ എല്ലാ കാര്യങ്ങളും സുശീല ആൻറ്റിയോട് പറഞ്ഞിട്ടുണ്ട്. നന്നായി. അതുകൊണ്ട് എനിക്കൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, പറയാൻ പാടില്ലാത്ത പല വാക്കുകളും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ അമ്മ വീട് വിട്ടിറങ്ങിയപ്പോൾ, കൺവെട്ടത്ത് നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ ഞാനാകെ തകർന്നു പോയി. ഇത് സത്യമാണ്. ഞാൻ അമ്മയെ ശകാരിച്ചതും അപമാനിച്ചതും ഭീഷണിപ്പെടുത്തിയതുമെല്ലാം എനിക്ക് അമ്മയോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മറിച്ച് സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. വിശാലാക്ഷി അമ്മ എന്ന സ്ത്രീ എൻ്റെ ജീവിതത്തിൻ്റെ അച്ചാണിയായിരുന്നു. അവരെൻ്റെ മാത്രം അമ്മയാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മുരുകൻ അമ്മയുടെ സ്വന്തം മകനാണെന്നും ഞാൻ വളർത്തു മകനുമാണെന്നുള്ള ചിന്ത അപഹർഷതാബോധമായി എൻ്റെ മനസ്സിൽ പടർന്നു വളർന്നു. മുരുകൻ എൻ്റെ ജന്മശത്രുവാണെന്ന് എനിക്ക് തോന്നി. അന്ന് എൻ്റെ മനസ്സ് ഒരു ഭ്രാന്തന്റെ മനസ്സ് തന്നെയായിരുന്നു. അതിരിക്കട്ടെ, ബാലുവിന്റെ ഇപ്പോഴത്തെ വരവിന്റെ ഉദ്ദേശം? എനിക്കുടനെ അമ്മയെ കാണണം. ഇല്ലെങ്കിൽ അമ്മയുടെ അഡ്രസ്സെങ്കിലും കിട്ടണം. എന്തിന്? വീണ്ടും ഒരിക്കൽ കൂടി വാടക കൊണ്ട് അയക്കാനോ? ബാലു എന്ന വീടിന്റെ താക്കോലും കൊടുത്ത് വീട്ടിലേക്ക് അയച്ച റൗഡി രാമു എന്ന വാടക കൊലയാളിയുടെ കുത്തേറ്റ് ചേട്ടത്തി മരിച്ചിരുന്നെങ്കിലോ? അതൊരു വലിയ തെറ്റിദ്ധാരണയായിരുന്നു. റൗഡി രാമു അന്ന് പറഞ്ഞത് അമ്മ കണ്ണുടച്ച് വിശ്വസിച്ചു. സത്യത്തിൽ ഉറങ്ങിക്കിടന്ന് ഞാൻ അറിയാതെ വീടിന്റെ സ്പെയർ കീ എടുത്തു കൊടുത്ത് രാമുവിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ചത് എന്റെ ഫ്രണ്ട്സാണെന്ന് അടുത്ത കാലം വരെ ഞാൻ വിശ്വസിച്ചിരുന്ന ത്യാഗുവും രാകേഷുമാണ്. റൗഡി രാമു തന്നെ രാകേഷിന് മുമ്പിൽ വെച്ച് എന്നോട് കാര്യം പറഞ്ഞു. ത്യാഗു അത് സമ്മതിച്ചു. രാമു തന്നെ അമ്മയോട് നടന്ന കാര്യങ്ങൾ തുറന്നു പറയും. പക്ഷെ അമ്മയെ കാണണമല്ലോ. സോറി ബാലു, ചേട്ടത്തി എവിടെയുണ്ടെന്ന് തൽക്കാലം ബാലുവിനെ അറിയിക്കരുതെന്നാണ് ചേട്ടത്തിയുടെ ആജ്ഞ. എനിക്ക് ആ ആജ്ഞ അനുസരിക്കാതെ നിവൃത്തിയില്ല. ബാലു കാറിൽ നിന്ന് ഇറങ്ങുന്നത് ബാൽക്കണിയിൽ നിന്ന് ഞാൻ കണ്ടു. അപ്പോൾ തന്നെ ചേട്ടത്തിയുമായി ഫോണിൽ സംസാരിച്ചു. ബാലുവിനെ സംബന്ധിച്ചിടത്തോളം വിശാലാക്ഷിയമ്മൾ മരിച്ചു കഴിഞ്ഞു. മരിച്ചവരുടെ ജാതവും മേൽവിലാസവും തേടരുത് എന്ന് പറയാൻ പറഞ്ഞു. അമ്മയുടെ ടെലിഫോൺ നമ്പറെങ്കിലും എനിക്ക് തന്നൂടെ? സോറി ബാലു, ഇന്നും ബാലു കാണുന്ന എൻ്റെ ഈ ജീവിതം ചേട്ടത്തി തന്നതാണ്. ആ കാരുണ്യത്തെ ഞാൻ നിന്ദിച്ചുകൂടാ. മുരുകൻ ഇപ്പോൾ എവിടെയുണ്ട്? അതെങ്കിലും പറയുമോ? പാവം, അവനൊരു കണ്ണുപൊട്ടി പെണ്ണിനെ കല്യാണം കഴിച്ച് സന്തോഷമായി മധുരയിൽ ഒരു ഭേദപ്പെട്ട ജോലി ചെയ്ത് കഴിയുന്നു. അവന് വെറുതെ വിട്ടേക്കോ? ബാലുവിനെ കണ്ടുമുട്ടിയാൽ അവൻ പഴയതെല്ലാം ഓർക്കും. അവന്റെ സമാധാനം നശിക്കും. ഒരു കാര്യം മാത്രം ബാലു മറക്കരുത്. വിശാലാക്ഷിയമ്മൾ എന്ന സ്ത്രീയുടെ മനസ്സിൽ എന്നും ബാലു എന്ന മകനായിരുന്നു ഒന്നാം സ്ഥാനം. എന്നും മുരുകൻ അവർക്ക് രണ്ടാമൻ മാത്രമായിരുന്നു.
എനിക്കറിയാം. പക്ഷെ ഇനി എന്ത് ചെയ്യാൻ? എല്ലാം തീർന്നു. എന്നെ പ്രസവിച്ച സ്ത്രീയെ കണ്ടുമുട്ടിയതോടെ എന്റെ സംശയങ്ങളെല്ലാം അകന്നു. എല്ലാം തകർന്നു. എന്റെ ബിസിനസ്, എന്റെ ജീവിതം, എല്ലാം. ഞാൻ ഇറങ്ങുന്നു. വളരെ ദൂരെ പോകേണ്ടതല്ലേ? ഭക്ഷണം കഴിച്ചിട്ട് പോകും. നോ, ഈ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ അർഹത എനിക്കില്ല. സോറി. ഉപദ്രവിച്ചതിന് മാപ്പ്. പാവം, കഷ്ടം തോന്നുന്നു. പറഞ്ഞു കേട്ട ബാലുവല്ല, ഈ ബാലു. അവൻ പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ. പരീക്ഷ എഴുതി ജയിക്കട്ടെ. ആകെ തകർന്ന മനസ്സുമായിട്ടാണ് ബാലു പോയത്. തെറ്റ് ചെയ്യുന്നവർക്കൊക്കെ മാപ്പ് കൊടുക്കണമെന്ന് പറയുന്ന സുശീല ചേച്ചി ഇന്ന് ബാലുവിന്റെ മുമ്പിൽ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നു. ശരിയാണ്. നളിനിയുടെ അമ്മയോട് ആദ്യമൊക്കെ ഞാൻ പ്രകടിപ്പിച്ച സഹിഷ്ണുത ഇന്നും ബാലുവിന്റെ കാര്യത്തിൽ ഞാൻ കാണിച്ചില്ല. അതിന് കാരണമുണ്ട്. ബാലുവിന്റെ ഇന്നത്തെ പെരുമാറ്റം അവന്റെ തകർച്ചയുടെ തെളിവാണ്. ചേട്ടത്തി കോയമ്പത്തൂർ വിട്ട ദിവസം മുതൽ അവന്റെ കമ്പനിയുടെ തകർച്ച ആരംഭിച്ചു. ആ സ്ഥാപനത്തിന്റെ ശക്തി ചേട്ടത്തിയുടെ ബുദ്ധിയും അധ്വാനവുമായിരുന്നു. മറ്റാരെക്കാളും അത് മനസ്സിലാക്കേണ്ടവനാണ് ബാലു. അവൻ ആ സത്യം അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ചേട്ടത്തിയെ മുരുകനെ പുറത്താക്കി കമ്പനി സ്വന്തമാക്കാൻ തീരുമാനിച്ചു. ഇത്തിൽ കണ്ണികളായി അവനോടൊപ്പം കൂടിയ സ്നേഹിതന്മാർ പറഞ്ഞ നുണകളെല്ലാം വിശ്വസിച്ച് ചേട്ടത്തിയെ നിരന്തരം അപമാനിച്ചു. എല്ലാ പീഡനങ്ങളും സഹിച്ച് ചേട്ടത്തി കോയമ്പത്തൂരിലെ വീട്ടിൽ കണ്ണീരും കൈയുമായി കഴിഞ്ഞുകൂടി. എന്തിന്? ആ കമ്പനി തകരാതിരിക്കാൻ വേണ്ടി. നിയമപരമായി ആ കമ്പനിയിൽ ചേട്ടത്തിക്കല്ലേ അവകാശം? നിയമത്തിനല്ല, ഹൃദയത്തിനാണ് വിശാലാക്ഷിയമ്മൾ എന്നും പ്രാധാന്യം നൽകിയത്. ഗർഭിണിയായ ചേട്ടത്തിയെ എന്റെ വല്യേട്ടൻ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞപ്പോൾ ചേട്ടത്തിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. അച്ഛന്റെ ബന്ധുക്കൾ ചേട്ടത്തിയെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ചേട്ടത്തിക്ക് അഭയം നൽകി. നൂല് നിൽക്കുന്ന ഒരു ചെറിയ സ്ഥാപനം അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. ആ മനുഷ്യനും അന്ന് ദുഃഖിതനായിരുന്നു. 3 മാസം മാത്രം പ്രായമുള്ള തന്റെ കൈക്കുഞ്ഞിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ ആൽഫ്രഡ് എന്ന ആംഗ്ലോയിന്റെ യുവാവിന്റെ കൂടെ ഒളിച്ചോടിയ സമയമായിരുന്നു അത്. ഗർഭിണിയായ ചേട്ടത്തി അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട ആ കൈക്കുഞ്ഞിനെ തന്റെ മൂത്ത മകനായി കരുതി. ആ കൈക്കുഞ്ഞാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ബാലു എന്ന ബാലസുബ്രഹ്മണ്യം. അന്ന് ചേട്ടത്തിയുടെ ഗർഭത്തിൽ കിടന്ന കുട്ടിയാണ് മുരുകൻ. ചേട്ടത്തിയുടെ മനസ്സിലെന്നും ബാലുവിന് തന്നെയായിരുന്നു 1ാം സ്ഥാനം. ബാലുവിന് 5 വയസ്സുള്ളപ്പോൾ അവന്റെ അച്ഛൻ മരിച്ചു. ഈ 2 കുഞ്ഞുങ്ങളെ വളർത്തുന്ന ബുദ്ധിമുട്ടുകൾക്കിടയിൽ നൂല് നിൽക്കുന്ന ചെറിയ സ്ഥാപനം ചേട്ടത്തി തുടർന്ന് നടത്തി.
അവരുടെ കഠിനാധ്വാനം കൊണ്ടും ആത്മശക്തി കൊണ്ടും ആ ചെറിയ കമ്പനി 400 കോടി ആസ്തിയുള്ള വലിയ എക്സ്പോർട്ട് കമ്പനിയായി വളർന്നു. അപ്പോൾ ബാലു ഇടയാൻ തുടങ്ങി. ദുർബുദ്ധികളുടെ പരദൂഷണം അവനെ സ്വാർത്ഥനാക്കി. കമ്പനി മുഴുവൻ തന്റേതാണെന്ന് അവൻ വിശ്വസിച്ചു. ഇപ്പോൾ നളിനി പറയൂ, ബാലു ദയ അർഹിക്കുന്നുണ്ടോ? ഇല്ല, തീർച്ചയായും ഇല്ല. സുശീല ചേച്ചി എല്ലാം വിശദമായിട്ട് പറഞ്ഞപ്പോ എത്ര വലിയ സ്ത്രീയാണ് സുശീല ചേച്ചിയുടെ നാത്തൂനെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അവരുടെ ഭർത്താവിന്റെ അനുജന്റെ ഭാര്യയാകാൻ കഴിഞ്ഞ ഞാൻ എത്ര ഭാഗ്യവതിയാണ്. പക്ഷെ ഒരു കാര്യം, ബാലുവിനെ ചേട്ടത്തി ഒരിക്കലും കൈവിടുകയില്ല. ബാലു അനുഭവങ്ങളിലൂടെ ജീവിതം എന്താണെന്നറിയണം. ബാലു വിവാഹം കഴിച്ചത് ഹേമ എന്ന സ്ത്രീയെയാണ്. അവളുടെ സഹോദരൻ രാകേഷാണ് ചേട്ടത്തിയുടെ കസേരയിൽ പകരയിരുന്നത്. ഇപ്പോൾ അളിയന്മാർ തമ്മിൽ പിണങ്ങി. ആ രാകേഷാണ് കമ്പനി തകർത്തത്. അല്ല, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നു കൊണ്ട് സുശീല ചേച്ചി എങ്ങനെ അറിയുന്നു? വിശാലാക്ഷിയമ്മൾ എവിടെയിരുന്നാലും കോയമ്പത്തൂരിലെ വിവരങ്ങൾ അവരറിയും. ചേട്ടത്തിയിലൂടെ ഞാനും അറിയും. ചേട്ടത്തിയുടെ കമ്പനിയിലെ വിശ്വസ്തരായ ജോലിക്കാർ വിവരങ്ങൾ യഥാസമയം അറിയിച്ചുകൊണ്ടേയിരിക്കും. ചേട്ടത്തി ചെന്നൈയിലെ ട്രൂ ടു ലൈഫ് എന്ന കമ്പനിയുടെ സിഇഒ ആയപ്പോൾ പഴയ കമ്പനിക്ക് എക്സ്പോർട്ട് ഓർഡേഴ്സ് കൊടുത്തിരുന്ന കമ്പനികളൊക്കെ അവരുടെ ബിസിനസ് ബന്ധം പുതിയ കമ്പനിയിലേക്ക് മാറ്റി. കോയമ്പത്തൂർ കോട്ടൺ എക്സ്പോർട്ടിന് ബിസിനസ് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ പിന്നിൽ ചേട്ടത്തിയുടെ ബുദ്ധിയുണ്ടെന്ന് ബാലുവിന് മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ അമ്മയെ അന്വേഷിച്ചിറങ്ങിയത്. അത് മാത്രമാണോ കാരണം? എനിക്കങ്ങനെ തോന്നുന്നില്ല ചേച്ചി. എല്ലാം നഷ്ടപ്പെട്ട ഒരു അഭയാർത്ഥിയുടെ മട്ടിലായിരുന്നു ആ മനുഷ്യന്റെ വരവ്. ആയിരിക്കാം. പക്ഷെ ചേട്ടത്തിയുടെ വിലാസം ഇപ്പോൾ ബാലുവിന് കൊടുക്കരുതെന്ന് ചേട്ടത്തി തന്നെയാണ് എന്നോട് പറഞ്ഞത്. ട്രൂ ടു ലൈഫ് ഒരു വലിയ എക്സ്പോർട്ട് കമ്പനിയാണെങ്കിൽ അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണെന്ന് മറ്റു കമ്പനികൾ അറിയാതിരിക്കോ? അറിയും. ബാലു ആ കാര്യം അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞാൽ മതി, എന്നിൽ നിന്നറിയണ്ട. അത്രയുമേ ചേട്ടത്തി ഉദ്ദേശിച്ചു കാണൂ. എന്തൊക്കെ പറഞ്ഞാലും ചേട്ടത്തി വിയർപ്പും രക്തവും നൽകി വളർത്തി വലുതാക്കിയ കമ്പനി തകർന്നു പോകുന്നത് കഷ്ടമല്ലേ? എല്ലാം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ ബാലു അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ വന്നതായിരിക്കും. എനിക്കെന്തോ സുശീല ചേച്ചി പറഞ്ഞ മുഴുവൻ കഥയും കേട്ടുകഴിഞ്ഞും ബാലുവിനോട് സിമ്പതി തോന്നുന്നു. ഈ പോകുന്ന പോക്കിൽ അയാൾ ആത്മഹത്യ ചെയ്ത് കളയോ എന്നുപോലും ഞാൻ ഭയപ്പെടുന്നു. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു, തന്നെ താൻ തന്നെ ഉയർത്തണം. എന്തുകൊണ്ടെന്നാൽ ഒരാളിന്റെ ബന്ധുവും ശത്രുവും അയാൾ തന്നെയാണ്. ഈ സത്യം മനസ്സിലാക്കാൻ അനുഭവത്തിലൂടെ കിട്ടുന്ന അറിവ് വേണം. ആ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആരും ആത്മഹത്യ ചെയ്യില്ല.